CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ പലപ്പോഴും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പലപ്പോഴും ഒരു പ്രധാന ശത്രു എന്നുള്ള നിലയിലാണ് കാണുന്നത്. ഒരു രണ്ടു പേർക്കും NDAയ്ക്കും അതോടൊപ്പം തന്നെ UDFനും രണ്ടു പേർക്കും കൂടിയുള്ള ഒരു സുപ്രധാന ശത്രുവായി ശരിക്കും LDF മാറുന്നുണ്ട്. എന്നാൽ തിരിച്ചൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ LDFനും BJPക്കും UDF ഒരു മുഖ്യ ശത്രു അല്ലേ എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. കാര്യം ഒരു ട്രയാങ്കിൾ മത്സരമാകുമ്പോൾ, ത്രികോണ മത്സരമാകുമ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾ രണ്ടുപേരുടെ ശത്രുക്കളായി മാറുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ LDF മാത്രമാണ് രണ്ടുപേരുടെ പൊതുശത്രുവായി വരുന്നത്. അതേസമയം CPMും UDFും BJPക്ക് ഒരു ശത്രുവല്ല. BJPക്ക് UDFും CPMും പൊതുശത്രുവായി വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാ കാലഘട്ടത്തിലും ഈ UDFും BJPയും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വാസ്തവമാണ്. അതിനകത്ത് ആർക്കും എടുത്ത് മാറ്റിവെക്കാൻ കഴിയാത്തത്രയും സത്യം ഉറഞ്ഞുകൂടിയിരിക്കുന്ന ഒരു കാര്യമാണ് BJPയും UDFും തമ്മിൽ നടത്തിയിരിക്കുന്ന ആത്മബന്ധം. പലയിടങ്ങളിലും BJP മനഃപൂർവ്വം സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുക, പലയിടങ്ങളിലും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ട് ആ ദുർബലരായ UDF സ്ഥാനാർത്ഥികളെ നിർത്തുക. തിരുവനന്തപുരത്ത് നമ്മൾ ആ കാഴ്ച കണ്ടതാണ്. നേമം ഷജീർ പരാജയപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന പ്രകടമായ ബന്ധം, ബാന്ധവം തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് രണ്ട് മുന്നണികൾക്കും NDAയുടെയും UDFിൻ്റെയും പൊതുശത്രുവിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. അതുകൊണ്ടുകൂടി കുറച്ച് കാര്യക്ഷമമായ ഇടപെടലുകൾ CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യം കൂടിയുണ്ട്.